നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിര്യാതനായി. ചാലക്കുടി നഗരസഭ അതിർത്തിയിലെ തെരുവുനായ ശല്യത്തിനെതിരെ സത്വര നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൂർക്കമറ്റം അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിര്യാതനായി. അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓഗസ്റ്റ് 19-നാണ് ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി 1952 ഓഗസ്റ്റ് 12-ന് ചെന്നൈയിലാണ് ജനിച്ചത്. സീത എന്ന സുഹൃത്തുക്കൾ വിളിക്കുന്ന യെച്ചൂരി SFIയിലൂടെയാണ് CPM രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. 1974-ൽ SFIയിൽ അംഗമായ യെച്ചൂരി വൈകാതെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിന് ശേഷം JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ബിരുദാനന്തര ബിരുദം നേടി. PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതിനെ തുടർന്ന് പഠനം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം JNU യൂണിയന്റെ പ്രസിഡന്റായി. 1980-ൽ CPMലെത്തി. 1974-ൽ SFIയിൽ ചേർന്നു. 1978-ൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. JNUവിലെ പഠനത്തിനിടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായി. 3 തവണ യെച്ചൂരിയെ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 1985-ൽ CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 1992 മുതൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. 2015-ൽ വിശാഖപട്ടണത്ത് നടന്ന 21-ാം പാർട്ടി കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറിയായി. 1-ാം UPA സർക്കാരും ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചത് യെച്ചൂരിയായിരുന്നു. നാളിതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലെങ്കിലും ദേശീയ തലത്തിൽ CPMന്റെ വക്താവും മുഖവുമായിരുന്നു യെച്ചൂരി. ചാലക്കുടി നഗരസഭ അതിർത്തിയിലെ തെരുവുനായ ശല്യത്തിനെതിരെ സത്വര നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. തെരുവുനായ്ക്കളുടെ വന്ധ്യീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തൃശൂർ കോർപ്പറേഷനിലെ പദ്ധതിയുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാൻ വികസനകാര്യ സ്ഥിരം സമിതിയുടെ ശുപാർശകൾ കൗൺസിൽ ചർച്ച ചെയ്തു. തെരുവുനായ്ക്കളുടെ വിഷയത്തിൽ ചാലക്കുടി നഗരസഭാ കൗൺസിൽ നിരവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും ജില്ലയിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചാലക്കുടി നഗരസഭയാണെന്നും UDF പാർലമെന്ററി പാർട്ടി നേതാവ് ഷിബു വാലപ്പൻ പറഞ്ഞു. വളർത്തുനായ്ക്കളുടെ ലൈസൻസും വാക്സിനേഷനും ചിപ്പ് ഘടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തുക ഈടാക്കിയെന്നും ഈ തുക വകമാറ്റി ചെലവഴിച്ചെന്നുമുള്ള ആക്ഷേപം വസ്തുതാവിരുദ്ധമാണെന്ന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷിബു S. ചിറയത്ത് പറഞ്ഞു. നഗരസഭയിലെ വളർത്തുനായ്ക്കളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ചിപ്പ് ഘടിപ്പിക്കുന്നതിനായി 5.5 ലക്ഷം രൂപയോളം ബന്ധപ്പെട്ട സ്ഥാപനത്തിന് നൽകി. നഗരസഭയുടെ അനുമതിയില്ലാതെ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് കർശനമായി നിയന്ത്രിക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. തെരുവുനായയുടെ കാര്യത്തിലുള്ള ആശങ്കയും അതിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കൂടി ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട അദ്ദേഹത്തെ ശ്രമങ്ങളൊന്നും ഞാൻ ഉറപ്പായിട്ട് കാണില്ല. അതിന്റെ സതുദ്ദേശപരമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ തെരുവുനായയുടെ തീവ്രത വളരെ കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായും അതിന്റെ പറച്ചില് തീവ്രത കൂടും, പ്രവർത്തിക്ക് തീവ്രത കൂടും. ഒരു പക്ഷേ നമ്മുടെ
സ്വാഭാവികമായ മനുഷ്യന്റെ അവസ്ഥകളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും ആ തീവ്രത ഒരുപാട് വർദ്ധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെതായ ചില കാര്യങ്ങൾ വിനുവിന്റെ ഈ തെരുവുനായ വിഷയത്തിൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരു വിനുവിനെ തെരുവുനായ വിഷയത്തില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായിട്ട് ഇടയായി. ഞാൻ ഈ 5 കൊല്ലം അതിനു മുമ്പും അതിനുശേഷം ഏകദേശം 4 കൊല്ലത്തോളം ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന കണ്ട വിനു ഇത്രയധികം വികാരപരമായി അല്ലെങ്കിൽ അത്രയും പറയാമോ എന്ന് ചോദിച്ചാൽ പറയാൻ പാടില്ലാത്തത്, തെറ്റായത്, കളവായത്, ശരിയല്ലാത്തത് അത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല വിനു വേറെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് നേരത്തെ വർത്താനത്തിനൊക്കെ വിജുവക്കിനെ സൂചിപ്പിച്ചു. 10-12 ലക്ഷം രൂപ വാർത്തനായ്ക്കളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി വാങ്ങി അത് മാറ്റി ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത്. നേരത്തെ വക്കീലിന്റെ ഇടയിൽ സൂചിപ്പിച്ചു. നമുക്ക് ആകെ 5 ലക്ഷം രൂപയാണ് ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ലൈസൻസ് ഫീസായിട്ട് നമുക്ക് ലഭിക്കുന്നത്. മറ്റു നമ്മുടെ ഏജൻസിയെ ചിപ്പ് പിടിപ്പിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി അവർക്ക് നേരിട്ട് കൊടുത്തൊരു ഫീസാണ് അത്. അതില് ഏകദേശം 5,15,000 രൂപയോളം ആ ചിപ്പിന് വേണ്ടി ആ ഏജൻസിക്ക് നേരിട്ട് കൊടുത്തൊരു തുകയാണ്. നമ്മൾ വെറുതെ നമ്മളെല്ലാവരും കൂടി യോജിച്ച് ചാലക്കുടിയിലെ വളർത്തു നായ്ക്കൾക്ക് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കണം, വാക്സിൻ കൊടുക്കണം, ചിപ്പ് പിടിപ്പിക്കണം. ഒരു വളർത്തുനായുടെ ഉടമസ്ഥനും കുറച്ചു കാലം കഴിയുമ്പോൾ മതിയായി കഴിയുമ്പോൾ അതിനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതിനെ കണ്ടെത്താനുള്ള ഒരു സാധനം അതിനകത്തുണ്ട്. തെരുവുനായ്ക്കളുടെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചാലക്കുടിക്കാരല്ല, നമുക്ക് ചാലക്കുടിക്കാരെ പറയാം, കേരളത്തിന് മുഴുവൻ വിഷയമാണ്. ചാലക്കുടിയില് 2021 ഡിസംബർ കൂടി വന്ധീകരണം എന്ന് നിലച്ച നമ്മുടെ മൃഗാശുപത്രിയിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അത് ഹൈക്കോടതി വിധി വന്നിട്ട് വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ആ സൗകര്യങ്ങൾ നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 4 ഷട്ടറുകൾ വേണം, ചെറിയ ഷട്ടറുകൾ വേണം. അതുപോലെ ഈ വന്ധീകരണം നടത്തുന്ന റൂം AC ആയിരിക്കണം. അത് ഞാൻ ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോൾ റിപ്പോർട്ടാണ്. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ ചാലക്കുടി മൃഗാശുപത്രിയിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനം കിട്ടും. നമ്മൾ ഈ 2 വർഷം പോകാനായിട്ടിരുന്നു. ഈ 2 വർഷം നമ്മൾ ചെയ്യാത്തതിന്റെ ഫലമാണ് ഈ തെരുവുനായ്ക്കൾ ഇത്ര വർദ്ധിക്കാൻ കാരണം. ഷട്ടർ പണിയാനായിട്ട് മാളയും നമ്മളായിട്ട് സഹകരിച്ച് ചെയ്യാനായിട്ട് വന്നു. അതിന് ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട് നമുക്കൊന്നും ചെയ്താൽ എന്ത് കുഴപ്പമില്ല. ചെയർമാൻ ഒരു പത്രസമ്മേളനത്തിന് പറഞ്ഞു എന്നോട് സ്ഥലം വെച്ചോളത്. ഞാനല്ല അവിടെ ഇരിക്കുന്നത്. ആ കസേരയിൽ ഞാനല്ല, അദ്ദേഹത്തിന് ചെയർമാൻ വിളിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രഥമ പൗരനായിരിക്കാണ്. അദ്ദേഹം എന്നോട് കണ്ടെത്തിയ സ്ഥലം കൊടുക്കാൻ പറഞ്ഞത്. സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആളെ ചോദിക്കാൻ പറഞ്ഞു കൊടുക്കാം, രജിസ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കാം. നല്ല സ്ഥലം തന്നെയാണ്, നല്ല പേരൊക്കെ ഉള്ള സ്ഥലമാണ്. പണി പൂർത്തീകരിച്ച് വരണുള്ളൂ. അപ്പൊ തെരുവുനായ്ക്കളുടെ കാര്യത്തില് നല്ല രീതിയിലുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ വളരെ ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചിപ്പും ലൈസൻസും ഞാൻ പറഞ്ഞു ഒരു നഗരസഭയ്ക്ക് പറഞ്ഞത് ചിപ്പും ലൈസൻസും 12,07,250 രൂപ കൊടുത്തു. നമ്മുടെ കൂട്ടത്തില് സഹപ്രവർത്തന തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഓടിച്ചിട്ട് 24-25 ആ ഒരു കാലഘട്ടത്തിൽ ഓടിച്ചിട്ട് കളിക്കലായിരുന്നു. 10-24 പേരെ കളിച്ച് 24 പേര്. അന്ന് നമ്മൾ സൈലന്റായിട്ടിരുന്നു. ഇനി ഈ തെരുവുനായ വിഷയത്തില് സൈലന്റ് ആവരുത്. അതുമാതിരി ഫീഡിംഗ് സെന്റർ നമ്മളൊക്കെ കഴിക്കുന്ന ഫീഡിംഗ് സെന്റർ തെരുവുനായ പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൂർക്കമറ്റം അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷനായി. ഫോറസ്റ്റ് ഇൻഡസ്ട്രി ചീഫ് എഞ്ചിനീയർ TP ബൈജു പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട്രിമഠത്തിൽ മുഖ്യ അതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ,
ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ പി.കെ. ജെയിംസ്, ബീന രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ ചന്ദ്രൻ, ഡെന്നി വർഗീസ്, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശാന്ത, കറപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വലിയ പ്രസംഗത്തിന് മുതിർന്നില്ല. എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് സ്വാതന്ത്ര്യം കിട്ടി 76-77 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നിരവധി മേഖലകളിൽ അതിനനുസരിച്ചിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ വികസിച്ചിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് പിന്നോക്കം നിൽക്കുന്ന എസ് സി വിഭാഗങ്ങൾ താമസിക്കുന്ന സങ്കേതങ്ങളിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി നടപ്പാക്കുന്നത്. 5 വർഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു പദ്ധതി ഒക്കെയാണ് നമുക്ക് അനുവദിക്കുക. അപ്പോൾ ആദ്യ വർഷത്തിൽ തന്നെ ഈ പദ്ധതി ഇവിടെ പറയപ്പെട്ട നിങ്ങളുടെ വാർഡ് മെമ്പർമാർ, അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എന്നീ ചേട്ടനും എങ്കിലും ഒക്കെ താല്പര്യമെടുത്തുകൊണ്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ അനുവദിച്ചത്. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ പലപ്പോഴും നമുക്കറിയാം, ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വലിയ കാലതാമസം പല മേഖലകളിലും ഉണ്ടാകാറുണ്ട്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മുമ്പ് അനുവദിച്ച കരിക്കൽ അംബേദ്കർ പദ്ധതി അതിപ്പോഴും വർഷം കുറേ ആയിപ്പോഴും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം പദ്ധതികൾ വരുമ്പോൾ തമ്മിലുള്ള തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് പലപ്പോഴും ഈ പദ്ധതികൾ മുടങ്ങിപ്പോകാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടാൻ പോകുന്ന സാഹചര്യം. ഇതേപോലെ ST ഡിപ്പാർട്ട്മെന്റിന്റെ ഇതേ പദ്ധതി അവിടെ നടപ്പിലാക്കിയപ്പോൾ വലിയ ഒരു തുക ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ നിർവഹിച്ചു. 1500ഓളം ബിരിയാണിയാണ് ചലഞ്ചിൽ വിൽക്കപ്പെട്ടത്. മണ്ഡലം പ്രസിഡന്റ് രമ ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനിത രാധാകൃഷ്ണൻ, സജ്ന പാർവിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR റോസ്ലി, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ, മണ്ഡലം സെക്രട്ടറി ബിജി സദാനന്ദൻ, മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ശശികുമാർ, ബീന ഡേവിസ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MB ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം PM വിജയൻ, CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദ്ലിക്കാടൻ എന്നിവർ സംസാരിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ മുഴുവൻ വിഹിതവും വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കേരള മഹിളാ സംഘം വിവിധതരം ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി മേള സംഘടിപ്പിച്ചത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് പോൾ പറമ്പിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മത്സ്യഭവൻ പ്രൊജക്ട് കോർഡിനേറ്റർ റെന്റീന വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ജോർജ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ നൈനാഥ് എന്നിവരും മത്സ്യഗുണഭോക്താക്കളും പങ്കെടുത്തു. കട്ല, റോഹ്, മൃഗാൽ എന്നീ ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. AITUCയുടെ നേതൃത്വത്തിൽ അങ്കമാലിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഓണാഘോഷവും പച്ചക്കറി കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന കൗൺസിൽ അംഗം M മുകേഷ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടികൾക്ക് P ശശി, VV സണ്ണി, ധന്യ രാജീവ്, റീത്ത വർഗീസ്, R മഞ്ജുഷ, രുക്മിണി, ലിനി രാജേഷ്, വത്സ മാർട്ടിൻ, ജൂബിലി, വത്സ ബിജു എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ വിജയത്തിനായുള്ള പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. MS ചന്ദ്രബോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിലിയ, വിന്നി, OG കിഷോർ, ജോസഫ് ചെറേത്ത്, റീന ഷോജി, വീണ ജോബി, അഡ്വക്കേറ്റ് PJ ഉലിയാസ് എന്നിവർ സംസാരിച്ചു. ഏകദേശം ഒരു വർഷമില്ല, കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന കേരളത്തെ മുഴുവൻ സമ്പൂർണമായ
ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിലെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം പൂർണ്ണമായും സമ്പൂർണ്ണ ശുചിത്വമായ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പാണ്. കേരളം ഒത്തിരി കാര്യങ്ങളിൽ മെച്ചപ്പെട്ട സംസ്ഥാനമാണ്. ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം. അതിലൊക്കെ ഒത്തിരി സമയം ചെലവഴിച്ച ആളാണ് ശശിചേട്ടനൊക്കെ. അങ്ങനെ മെച്ചപ്പെട്ട് നിൽക്കുമ്പോഴും നമുക്ക് ചില കുറവുകളുണ്ട്. നമ്മൾ എല്ലാ കാര്യം മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കലല്ലോ. നമുക്കൊത്തിരി കുറവുണ്ട്. ആ കുറവുകൾ കണ്ട് ഇല്ലാതാക്കും. നമ്മുടെ കുറവ് എന്തായിരുന്നു? നമ്മൾ വീട് നല്ല ഗംഭീരമായി സൂക്ഷിക്കും, എന്നിട്ട് മാലിന്യം മുഴുവൻ വെളിയിൽ വിളിച്ചെടുക്കും. വീടുകളൊക്കെ എല്ലാം ഗംഭീരമാണ്, പക്ഷെ റോഡരിയിൽ മുഴുവൻ മാലിന്യം. നമ്മൾ 250 രൂപ കൊടുത്ത് അൽഫാം കഴിക്കും, പക്ഷെ നമ്മൾ ഒരു മാസം ഒരു 50 രൂപ മാലിന്യത്തിന് കൊടുക്കാൻ തയ്യാറാവില്ല. നമ്മുടെ പിള്ളേർ ഒരൽഫാം കഴിക്കുന്നത് 250 രൂപ കൊടുത്തിട്ടാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കല്യാണത്തിന് ചെലവഴിക്കും, പക്ഷെ അവിടെ ഉണ്ടാകുന്ന മാലിന്യം അതിനൊരു 1000 രൂപ മാറ്റി വയ്ക്കാൻ വന്ന് 1000 എന്തിന്? 10 ലക്ഷമോ 20 ലക്ഷമൊക്കെയാണ് 10 ലക്ഷമൊക്കെയാണ് പലയിടത്തും കല്യാണത്തിൻ്റെ ഭക്ഷണത്തിന് മാത്രം ചെലവഴിക്കുന്നത്. 10 ലക്ഷം രൂപ കല്യാണത്തിന് ഭക്ഷണത്തിന് ചെലവഴിക്കുമ്പോൾ ഒരു 10,000 രൂപ അത് കഴിഞ്ഞ് വരുന്ന മാലിന്യ സംസ്കരണത്തിന് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറല്ല. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. അതേ മാതൃകയിൽ അതത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ്. സർക്കാർ തലത്തിലെ ഫാർമസികൾക്കും ഇതുപോലെ നീല കവറുകൾ നൽകും. അവരും നീല കവർ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകേണ്ടതാണ്. മരുന്നുകൾ കഴിക്കേണ്ട വിധത്തിന് പുറമെ നീല കവറിൽ അവബോധ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ കേരളം സുപ്രധാനമായ ചുവടുവയ്പ്പാണ് നടത്തുന്നത്. ലോഗോ പ്രകാശനവും പോസ്റ്റർ പ്രകാശനവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ജീവിതമാർഗത്തിനായി കണ്ടെത്തിയ ഇടക്കാല സംരംഭം വിജയം കാണുമ്പോൾ മുരുങ്ങൂരിലെ അജിത്തിന്റെ മനസ്സ് നിറയെ സന്തോഷം. പോട്ടയിൽ പാട്ടത്തിനടുത്ത ഒരേക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയാണ് 24-കാരനായ കരുമാരപ്പള്ളി വീട്ടിൽ അജിത്തിനെ ആവേശഭരിതനാക്കുന്നത്. 12,000 തൈകൾ നട്ടായിരുന്നു യുവാവിന്റെ കാർഷിക രംഗത്തേക്കുള്ള കാൽവെപ്പ്. 2.5 മാസത്തെ നിതാന്ത പരിശ്രമത്തിന് ഒടുവിൽ ദൗത്യം 100 മേനി വിളവിലെത്തി. 2 തരത്തിലുള്ള പൂക്കളാൽ ചെണ്ടുമല്ലിത്തോട്ടം നിറഞ്ഞു നിൽക്കുന്നു. സനീഷ് കുമാർ ജോസഫ് MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, തോമസ് മാളിയക്കൽ, കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ, ലൂയിസ് മേലെപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചിന്തിച്ചപ്പോൾ ഒരു സ്ഥലം അന്വേഷിച്ചു. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പറമ്പ് കാലിയായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ നോക്കിയപ്പോൾ ഈ മണ്ണുത്തിയിലുള്ള എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ സ്ഥലമായിരുന്നു. ആളോട് നമ്മുടെ ഇങ്ങനെ പൂക്കൃഷിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ സന്തോഷത്തോടെ നമ്മളോട് ചെയ്തോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തൈകൾ വാങ്ങിച്ചൊരു 12,000-ഓളം തൈകൾ ഇവിടെ പറമ്പൊക്കെ ക്ലീനാക്കി റെഡിയാക്കി നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ നട്ടിട്ട് ഒരു 2 മാസം ആയിട്ടുള്ളൂ. നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ വിളവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓണം വരെ പറിക്കാനുള്ള ഉണ്ടാവും. ഓക്കെ കിട്ടുന്നുണ്ട്. ഇനിയൊരു ഇടവേള.